പഴയകാലത്ത് സിനിമകളിൽ സെക്സ് അതിരൂക്ഷമായിട്ട് വരുന്ന സിനിമകളിലായിരുന്നു അടൻസുള്ളി അല്ലെങ്കിൽ വട്ടത്തിൽ എ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്ന ആ സിമ്പിൾ കാണിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് അതിക്രമങ്ങളുണ്ട്, മറ്റ് കൊലപാതകങ്ങളുണ്ട്, ദേശവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം ഈ പറയുന്നതിനകത്ത് ആ ചട്ടക്കൂട്ടിലുണ്ട്. എ എന്ന് പറയും. പിന്നെ അതിനകത്ത് 13 വയസ്സിൽ കൂടുതലുള്ളവർ, 18 വയസ്സിൽ കൂടുതലുള്ളവർ കാണാൻ പറ്റുന്നത്, കുട്ടികളായിട്ടുള്ളവർക്ക് കാണാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട്. പക്ഷേ പഴയ കാലങ്ങളിലുള്ള സിനിമകളിൽ കാണിക്കുന്നതിനെക്കാട്ടിലും അങ്ങേയറ്റത്തെ രീതിയിലുള്ള വയലൻസ് ലെവലായിട്ട് മാർക്കോ എന്ന് പറയുന്ന സിനിമകളിൽ കാണിക്കുമ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു പറ്റം ആൾക്കാർ പറയുന്നത് മറ്റു ഭാഷാ സിനിമകൾ നിങ്ങൾ കണ്ടു നോക്കൂ, മറ്റു വിദേശ സിനിമകൾ കണ്ടു നോക്കൂ, അതിലൊക്കെ എന്തുമാത്രം കൊലപാതകങ്ങൾ, അതും ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുന്നു. അപ്പം മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. കാരണം വിദേശ രാജ്യങ്ങളിലുള്ള നിയമങ്ങളല്ല ഇവിടെയുള്ളത്. വിദേശ രാജ്യങ്ങളിൽ ഒരു കേസ് നടന്നു, അത് കണ്ടു, അതിൻ്റെ തെളിവുകൾ, കാര്യങ്ങൾ, കോടതി വിധി വളരെ വേഗത്തിൽ വരുന്നു. ശിക്ഷാവിധിയും അതിന് തക്കതായിട്ടുള്ള ശിക്ഷാവിധികളും നടക്കുന്നു. കേരളത്തിലോ ഇവിടെ നേരിട്ട് ആൾക്കാർ ദൃക്സാക്ഷികളായിട്ടുള്ള, നേരിട്ട് ക്യാമറകളിലൂടെ അത് പകർത്തി കിട്ടിയിട്ടുള്ള എല്ലാ ലെവലിലുള്ള കേസുകൾ എത്രത്തോളം വർഷങ്ങളാണ് അത് നീണ്ടു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. തെളിവുകൾ എത്രത്തോളം ഉണ്ട്. ആ വർഷങ്ങളോളം നീണ്ടു പോകുന്നത് ഇനിയും കാശുള്ളവനാണെങ്കിലും അത് വീണ്ടും നീട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അതിന് വിധി വന്നു കഴിഞ്ഞാൽ അവർ ജാമ്യത്തിൽ പോകുന്നു. അപ്പോൾ പിന്നെ അതും കേരളത്തിലുള്ളതും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതും മറ്റ് വിദേശ ഭാഷകളിലായിട്ടുള്ളത് ബന്ധപ്പെടുത്തുവാൻ എന്താണ് യോഗ്യതയുള്ളത്? ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പുറന്തോടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വിധത്തിലുള്ള അറിവോട് കൂടിയിരിക്കുന്ന വ്യക്തികൾ പോലും പല കാര്യങ്ങളിലും മണ്ടന്മാരായി പോകുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴത്തേനും താൻ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം പൊട്ടത്തരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് സ്വാർത്ഥ താല്പര്യ വ്യക്തികളായിട്ടുള്ള നിർമ്മാതാക്കളോ നടന്മാരോ അവരുടെ സിനിമകൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റ് ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ അവർക്ക് പല ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കും. പല രീതിയിലുള്ള സിനിമകൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കും. സിഗരറ്റ് വലിച്ചുകൊണ്ട് തന്നെ അഭിനയിക്കുന്ന വ്യക്തികൾ, മദ്യം ഒഴുക്കിക്കൊണ്ട് തന്നെ അഭിനയിക്കുന്ന വ്യക്തികൾ, ലഹരി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കുന്ന വ്യക്തികൾ, മികച്ചൊരു കഥ എഴുതുന്ന വ്യക്തിക്ക്, മികച്ച സംവിധാനം നടത്തുന്ന വ്യക്തിക്ക് മികച്ച സൃഷ്ടി നടത്തുവാനായിട്ടുള്ള കഴിവില്ലാതെ വരുന്ന സമയത്താണ് ഇതുപോലുള്ള വിരോധാഭാസങ്ങൾ കാണിക്കുന്നത്. എന്നിട്ടതിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു വില്ലൻ ക്രൂരമായിട്ട് ചെയ്തു എടുത്തു എന്നൊക്കെ പറയുന്നതായിട്ടുള്ളൊരു വില്ലനെ കൊല്ലുന്നത് പോലെയല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ദേഷ്യം തോന്നിപ്പിക്കാം വില്ലനോട്. ആ രീതിയിലുള്ള സൃഷ്ടികൾ പലതുണ്ട്. അതിന് പകരം കുട്ടികളെ മൃഗീയമായിട്ട് കൊല്ലുക, ആ വിഷയമായിട്ടൊന്നും അധികം ബന്ധപ്പെടാതെ നിൽക്കുന്ന സ്ത്രീകളെ, ഉദാഹരണത്തിന് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ വില്ലൻ ഓടി വന്നിട്ട് ഒരു സ്ത്രീയുടെ പെടലിക്കോട്ട് ചാടി അങ്ങ് കയറുകയാണ്, എന്നിട്ട് മൃഗീയമായിട്ട് കൊല്ലുകയാണ്. അതിനുശേഷം അവിടെ തന്നെയുള്ളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയാണ്. ഓർത്ത് നോക്കണേ. അതേപോലെ തന്നെ ടെർബോ എന്ന സിനിമയിൽ ഒരു കുട്ടിയുടെ മുൻപിൽ വെച്ച് അതിൻ്റെ അമ്മയെ തൂക്കിക്കൊല്ലുന്ന വില്ലന്മാർ, അത് ഒറ്റ സീനിലാണ് കാണിക്കുന്നത്. കുട്ടിയുടെ മുമ്പിൽ വെച്ചല്ലാതെ സീൻ ബൈ ആയിട്ട് കാണിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ട് അവർ ലാഭേച്ഛയ്ക്ക് വേണ്ടി ഒറ്റ സീനിൽ കാണിക്കുകയാണ്. കുട്ടിയുടെ മുമ്പിൽ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് തൂക്കിക്കൊല്ലുന്ന. ഇതൊക്കെയാണോ സിനിമയിൽ കാണിക്കേണ്ടത്? ഇതൊക്കെയാണോ കുട്ടികളുടെ മുമ്പിൽ കാണിക്കേണ്ടത്? ഇതൊക്കെ അടൻസുള്ളി വിഭാഗത്തിലുള്ളവരെ കാണത്തുള്ളൂ. തിയേറ്ററിൽ അത് കുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് സംവിധാനങ്ങളുണ്ട്. കുട്ടികൾക്ക് അതെടുത്ത് കാണാവുന്ന സംവിധാനമുണ്ട്. OTTയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണുവാനായിട്ടുള്ള സംവിധാനമുണ്ട്. വികലമായിട്ടുള്ള മനസ്സോടുകൂടി അവർ ചിന്തിക്കുന്ന ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അക്രമാസക്തമായിട്ടിരിക്കുന്ന വലിയ കുറ്റകൃത്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
കുറ്റകൃത്യങ്ങൾ പെരുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിവുള്ളൊരു പ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള തിരിച്ചറിവ് വരുന്ന പ്രായത്തിലുള്ളവരാണെങ്കിൽ ഓക്കെ, അവർ പോലും ചെയ്യുന്നു. അപ്പോൾ കുട്ടികളായിട്ടുള്ള വ്യക്തികൾക്ക് ആ തിരിച്ചറിവില്ല. അപ്പോൾ അവർ ഉടനടനെ സിനിമയിൽ കാണുന്നത് ഓർത്ത് സഡൻലി അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഹീറോ ആകാൻ വേണ്ടി കാണിക്കുന്ന ആ കുട്ടികൾ മറ്റു കുട്ടികളുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി കാണിക്കുന്ന ലെവൽ അവരുടെ ജീവിതത്തെ തകർക്കുകയും അവരുടെ കുടുംബത്തെ തകർക്കുകയും ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. വിജയ് ലോകേഷ് പടത്തിൽ ഈ അടുത്ത് വന്ന സിനിമയുടെ മുൻപ് വിജയുടെ ആയിട്ടുള്ള സിനിമയിൽ വില്ലന്മാർ ഒരു വീട്ടിൽ കയറി കൊലപാതകം നടത്തുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരാൻ തുടങ്ങുന്ന സമയത്ത് മുറിക്കുള്ളിലൊരു കൊച്ചുകുട്ടി അതിനെയും കൂടെ ഉപദ്രവിച്ചിട്ട് വരുന്നുണ്ട കാര്യം എന്താണ്? അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ആ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തന്നെ ആ സിനിമയോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ തന്നെ വില്ലനെ ക്രൂരമായിട്ട് അങ്ങനെ തന്നെ വില്ലനോട് ദേഷ്യം നമുക്ക് ഉണ്ടാക്കിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വില്ലനോട് ദേഷ്യം നല്ല രീതിയിൽ ഉണ്ടാക്കാവുന്ന സിറ്റുവേഷൻ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്.